മണികണ്ഠൻ കാട്ടിൽ നിന്ന് ഇതുവരെയും തിരിച്ചെത്തിയില്ലല്ലോ. കുമാരൻ ഏതെങ്കിലും ദുഷ്ടമൃഗത്തിന്റെ ഇരയായി തീർന്നിരിക്കുമോ എന്ന് എന്റെ മനസ്സിൽ പരിഭ്രമമായിരിക്കുന്നു തമ്പുരാനെ. നമ്മുടെ മണികണ്ഠനെ ഒരു ക്രൂരമുഖവും ഒന്നും ചെയ്യുകയില്ല. അവൻ തന്റെ കാര്യത്തിൽ ജയം നേടി തിരിച്ചു വരുമെന്ന വിശ്വാസം നമുക്കുണ്ട്. തമ്പുരാനെ, തമ്പുരാനെ, മഹാത്ഭുതം! നമ്മുടെ രാജകുമാരൻ പുലിപ്പുറത്ത് കയറി അരമനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദേവി കാണുന്നുവോ? നിന്റെ പ്രാണനെ സംരക്ഷിക്കാൻ ആ മഹാനുഭാവനായ മണികണ്ഠൻ തന്റെ ജീവനെ പണയത്തിലാക്കി പുലിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. മണികണ്ഠ! മണികണ്ഠ! വൈദ്യരെ, പുലിയേതാ കൊണ്ടുവന്നിരിക്കുന്നു. പാല് കറന്നോളൂ. മാപ്പ് തരണം ഭഗവാന്. സ്വർണ്ണ നാണയത്തിന് ആശപ്പെട്ട് മന്ത്രിയുടെ വാക്ക് കേട്ട് ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞു. ദയവായി മാപ്പ് തരണം. മന്ത്രി, വൈദ്യം പറഞ്ഞത് ശരിയാണോ? സത്യം, സത്യം തമ്പുരാനെ, സത്യം. രാജ്യമോഹത്തിന് ബലിയാടായി മഹാറാണിയുടെ മനസ്സും കെടുത്തി പുലിപ്പാലിന്റെ കഥ പറഞ്ഞ് രാജകുമാരനെ കാട്ടിലേക്ക് വിട്ടു. ഞാൻ അപരാധിയാണ്, ഞാൻ പാപിയാണ്. വേണ്ട ശിക്ഷ നൽകിയാലും അനുഭവിച്ചു കൊള്ളാം തമ്പുരാനെ. മണികണ്ഠ, ഞാൻ നിന്റെ അമ്മയല്ല. കണ്ടവന്റെ വാക്ക് കേട്ട് നിന്നെ വിപിനത്തിലേക്ക് തള്ളിവിട്ട രാക്ഷസിയാണ്. നീ സാധാരണ ബാലകനല്ല, തരയിലേക്ക് ഇറങ്ങി വന്ന ഭഗവാനാണ്. എന്നോട് ക്ഷമിക്കൂ. ദയവായി ആ പുലിയെ കാട്ടിലേക്ക് തന്നെ അയക്കൂ. കുഞ്ഞെ, മണികണ്ഠ, ഇവരുടെ എല്ലാം പേരിൽ ഞാൻ നിന്നോട് കൈകുപ്പി ക്ഷമ ചോദിക്കുകയാണ്. നടന്നു നോക്കിയും കനമാണെന്ന് ഭാവിച്ച് ഇവരുടെ തെറ്റുകളെല്ലാം പൊറുക്കും മകനെ. അച്ഛാ, നടന്ന കാര്യങ്ങൾക്കെല്ലാം ഇവരൊക്കെ നിമിത്തങ്ങൾ മാത്രം. ഞാനിവിടെ വന്നതിന്റെ കാരണമേ വേറെ. നിങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ കാര്യത്തിന് സഹായികളായി തീർന്നു. ആ പരമാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖജീവിതം അരുളട്ടെ. ഗുരുദേവ, ഇന്ന് തന്നെ മണികണ്ഠന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അച്ഛാ, രാജ്യം ഭരിക്കാനുള്ള മോഹമേ എനിക്കില്ല. അതെന്റെ കർത്തവ്യവുമല്ല. എന്റെ അനുജന്റെ പട്ടാഭിഷേകം നടത്തി അവനെ സിംഹാസനത്തിലിരുത്തി ആനന്ദമായിരിക്കും. മണികണ്ഠ, നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വ്യക്തമായി പറയൂ മകനെ. അച്ഛാ, അരമന എന്ന പഞ്ചരത്തിലെ കിളിയാകാൻ എനിക്കിഷ്ടമില്ല. വൈരാഗ്യമാണ് എന്റെ സിംഹാസനം. ഈ വിശ്വമേ എന്റെ രാജ്യം. ലോകോദ്ധാരണമാണ് എന്റെ കർത്തവ്യം. എന്നെ കാണാൻ വരുന്ന ഭക്തന്മാരാണ് എന്റെ ജനങ്ങൾ. മണികണ്ഠ, മണികണ്ഠ, എന്താണിങ്ങനെ? വിഷമിക്കരുത് തായേ, ഇതെല്ലാം വിധിയാണമ്മേ. എല്ലാം ആ പരമാത്മാവിന്റെ ലീലകൾ. കുഞ്ഞെ, മണികണ്ഠ, നമ്മുടെ മനസ്സിനകത്ത് എത്രയോ ആശകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം നിരാശതയായി തകരുകയാണല്ലോ മകനെ, തകരുകയാണല്ലോ. ആശയ്ക്ക് യാതൊരു അതിരുമില്ലച്ഛ. ഇത്രയുണ്ടെങ്കിൽ ഒത്തിരി വേണമെന്നാശ. അത്രയും വന്നാലോ ഇനിയും ഏറെ വേണമെന്നാശ. അതുകൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും പുതിയത് വേണമെന്നാശ. അതുകൊണ്ടാണ് ജ്ഞാനികൾ ആശ ദുഃഖത്തിന് കാരണമെന്ന് പറയുന്നത്. അത്ര വേണം ഇത്ര വേണം എന്നൊന്നുമില്ല കുഞ്ഞെ. നീ നമ്മോടൊപ്പം കഴിയണം, അതാണ് നമ്മുടെ സൗഭാഗ്യം. അച്ഛ, മകൻ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നെ കിട്ടി. വന്ന കർത്തവ്യം മുഖിയാക്കി ഞാൻ പോകുമ്പോൾ നിങ്ങൾ നിരാശരാകാതിരിക്കാനല്ലേ എനിക്ക് അനുജൻ പറഞ്ഞത്. നീ എന്തു പറഞ്ഞാലും ശരി, ഞങ്ങളിൽ നിന്ന് വിട്ടകന്ന് ഞങ്ങളെ ദുഃഖസാഗരത്തിൽ തള്ളരുത് കുഞ്ഞ്. ഈ പ്രപഞ്ചത്തിൽ കഴിയുന്നിടത്തോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുഃഖം നമ്മെ തഴുകും. അതുകൊണ്ടാണ് ജ്ഞാനികൾ ശാശ്വത സുഖത്തെ പുണരുന്നത്. ശാശ്വത സുഖം അതെവിടെയുണ്ട് കുഞ്ഞെ?
സത്യമായ ആനന്ദത്തിൽ. ആ ആനന്ദം എവിടെയാണുള്ളത്? സദാ ആ പരമേശ്വരനെ തന്നെ സ്മരിച്ച് എന്റെ ആത്മാവ് തന്നെ നീയും, എന്റെ ബുദ്ധിയാണ് നിന്റെ പാദം, എന്റെ പ്രാണനാണ് നിന്റെ പരിവാരം, എന്റെ ശരീരമാണ് നിന്റെ വീട്, എന്റെ സ്വരങ്ങളാണ് നിന്റെ ശ്രുതിഗീതം, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിനക്കായുള്ള ആരാധന എന്ന ഭാവനയിൽ മുന്നോട്ട് നീങ്ങിയാൽ ആനന്ദം താനേ നമ്മിലേക്ക് ഒഴുകിയെത്തും. ആ മനോഹര ദർശനം. അമ്മേ, ദുഃഖം വേണ്ട, സന്തോഷത്തോടെ എന്നെ യാത്ര അയക്കൂ. നിന്റെ ദർശന ഭാഗ്യം വീണ്ടും ഞങ്ങൾക്കുണ്ടാവില്ലേ കുഞ്ഞെ? സംശയം വേണ്ട മാതാവേ. പ്രതിവർഷവും മകരസംക്രമ ദിവസം ശബരിഗിരിയിൽ പരംജ്യോതി രൂപമായി എല്ലാവർക്കും ഞാൻ ദർശനം നൽകും. അച്ഛനെ, എനിക്ക് ചില വിഷയങ്ങൾ ധരിപ്പിക്കാനുണ്ട്. എന്നോടൊന്നിച്ചു വരൂ. ആ അച്ഛാ, ഇപ്പോൾ ഞാൻ വിടുന്ന ഈ ശരം എവിടെ വിടുന്നുവോ ആ സ്ഥലത്ത് തന്നെ എനിക്കായി അമ്പലം തീർക്കണം. അവിടേക്ക് പരശുരാമൻ വന്നു ചേരും. അദ്ദേഹം തന്നെ എന്റെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയും നടത്തും. തൊട്ടു മുന്നിലായി 18 സിദ്ധികളുടെ പ്രതീകങ്ങളായി 18 പടികളും നിർമ്മിക്കണം. ഓരോ വർഷവും ഇരുമുടിക്കെട്ടുമേണ്ടി വരുന്ന ഭക്തർ അതിന്മേലേറി സകല സിദ്ധികളും നേടട്ടെ. എന്റെ ദർശനത്തിനായി വരുന്ന എന്റെ ഭക്തരെല്ലാം എന്നെ എന്നും അയ്യപ്പൻ എന്ന് തന്നെ വിളിച്ചുകൊള്ളും. മണികണ്ഠ, നിന്റെ പട്ടാഭിഷേകം നടത്താനും അത് കണ്ണു നിറയെ കാണാനുമുള്ള ആശ മനസ്സിൽ നിന്ന് അകലുന്നില്ല കുഞ്ഞെ. അവിടുത്തെ ആശ നിറവേറ്റാനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും മകരസംക്രമ ദിനത്തിൽ എന്റെ മേനി അണിഞ്ഞ ആഭരണങ്ങൾ എടുത്ത് എന്റെ വിഗ്രഹത്തിന് അലങ്കാരമാക്കൂ. അതാണ് എന്റെ പട്ടാഭിഷേകമെന്ന് കരുതി എല്ലാവരും ആനന്ദിക്കൂ. കൃതാർത്ഥനായി, ഞാൻ കൃതാർത്ഥനായി.